ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന കാണാം. നമുക്ക് ടൂ വീലർ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ITIയിലെയും അതുപോലെ തന്നെ പോളിടെക്നിക്കിലും മയക്കുമരുന്നോ MDMA അതിന്റെ കേസെല്ലാം നമ്മൾ മുമ്പേ ഇത് പറഞ്ഞതാണ്. മയക്കുമരുന്നിന്റെ കഴിഞ്ഞ കൊല്ലത്തെ ഒരു കുട്ടി ഇടുന്ന് മയക്കുമരുന്ന് ഉള്ളുന്ന ആരെ കൊടുത്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ബസ് സ്റ്റോപ്പിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് JTS ജംഗ്ഷനാണ്, തോട്ടട. അതായത് ഇവിടുന്ന് നമുക്ക് കണ്ണൂർ നഗരത്തിലേക്ക്, അതായത് മേലേച്ചുവ താഴേച്ചുവ കണക്ട് ചെയ്യാതെ ഡയറക്റ്റ് നമുക്ക് താവക്കരയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ വരുന്നവർക്ക് ഈ ഒരു JTS ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലാണ് അങ്ങനെ പോകാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേച്ചുവ ഭാഗത്ത് നിന്ന് വരുന്ന ഇത് NH പഴയ NH ആണ്. അപ്പോൾ ഈ ഒരു NHയിലേക്ക് കൂടി വാഹനങ്ങൾ അമിത വേഗത്തിൽ അവരുടെ ഒരു റൈറ്റ്, അതായത് ഈ നാഷണൽ ഹൈവേയിൽ സ്പീഡിൽ പോകുന്നവർ ഈ ഒരു റോട്ടിൽ നിന്ന്, അതായത് ഈ JTS ഭാഗത്ത് നിന്ന്, അതായത് കുറുവ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജില്ലാശുപത്രിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് കയറി വരുന്ന വാഹനങ്ങൾ അവരുടെ ഭാഗമാണ് മെയിൻ റോഡെന്ന് കരുതി സ്പീഡിലേക്ക് ഈ ഒരു റോഡിലേക്ക് കയറി വരികയും ഇവിടെ നിരന്തരം ആക്സിഡൻറ്റ് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഇവിടെ കൂടുതലായിട്ടും കാണാനില്ല. ഡേഞ്ചർ ഏരിയ, ഗർഭിണിയായ ഒരു സ്ത്രീ ഇവിടെ ആക്സിഡൻറ്റിൽ പെടുകയുണ്ടായി. അവർ എനിക്ക് തോന്നുന്നു ടാറ്റയുടെ കാറ്, അതായത് ടാറ്റ പഞ്ച് കാർ ഉപയോഗിച്ചുകൊണ്ട് വലിയ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു. മറ്റേതെങ്കിലും വാഹനമാണെങ്കിൽ അവർക്ക് നല്ല പരിക്കുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു റോഡ് വളരെ ഡേഞ്ചറാണ്. ഇതുവഴി വാഹനം ഓടിച്ച് വരുന്നവർ ഈ ഒരു JTS ജംഗ്ഷൻ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പരിസര പ്രദേശത്തെ ആളുകളോട് ചോദിക്കുക ഇവിടെ എന്താണ് പ്രശ്നമെന്ന്. ചേട്ടൻ്റെ പേരെന്താ? ജിതേഷ്. അപ്പോൾ ഇവിടെ ഒരു JTS ജംഗ്ഷൻ, അതായത് ഇവിടെ ആക്സിഡന്റുകൾ പതിവാണെന്ന് പറയുന്നു. അതായത് നമുക്കറിയാം കുറുവ വഴി താവക്കരയിലേക്ക് പോകാൻ ഷോർട്ട് കട്ടാണ് തലശ്ശേരി ഭാഗത്ത് വരുന്നവർക്ക്, താഴേച്ചോ മേലേച്ചോ കണക്ട് ചെയ്യാതെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അതാണ് അവരുടെ റോഡാണ് മെയിൻ എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിലേക്ക് കാര്യങ്ങൾ, അതായത് വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്സിഡന്റ് ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ജംഗ്ഷനെ കുറിച്ച്? മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ കുറവാണ്. അതായത് ഇങ്ങനെ താഴേന്ന് കയറി വരുന്ന വാഹനം സ്പീഡ് കുറക്കാതെ തന്നെ കയറി പോകും. അങ്ങനെയാണ് അപകടങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അവർക്ക് ഒരു മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ അവിടുന്ന് താഴേന്ന് ഇത് മെയിൻ റോഡാണ് മുകളില്ലെന്നൊരു ബോർഡില്ല. അതെ. പിന്നെ അവര് ആക്സിലേറ്റർ കുറക്കാണ്ട് അതേ ആക്സിലേറ്ററിൽ കയറി വരുവരും. അല്ല, അറിയുന്നവർ കയറും, നോക്കി കയറും. അറിയാത്തവരാണ് അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഒരു പോംവഴി ഇതിന്? പോംവഴി സർക്കാരിനോട് എന്താണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട റോഡ് അധികാരികളോ എന്താണ് പറയാനുള്ളത്? സിഗ്നൽ ബോർഡ് വെക്കുക, വേഗത കുറക്കേണ്ട ഒരു ബോർഡ് വെക്കുക, ഒരു ബോധവൽക്കരണം. അതായത് അവിടെ ഒരു മെയിൻ റോഡാണ്, അതിലേക്ക് കയറുമ്പോൾ അതെ വേഗത കുറക്കേണ്ട ഒരു ബോർഡ് വെക്കും. ഓക്കെ. എത്ര നാളെ ഓട്ടോ ഓടിക്കുന്നത്? 26 കൊല്ലേ. 26 കൊല്ലേ. ഓ, നല്ല ഡ്രൈവിംഗ് അനുഭവം ഉണ്ടാവും. അപ്പോൾ റോഡ് നിയമങ്ങളൊക്കെ പാലിക്കാത്തവരുണ്ട്, പാലിക്കുന്നവരുണ്ട്. അതെ. അപ്പോൾ പൊതുവായ പരാതി നിങ്ങൾ ഓട്ടോക്കാരാണ് പെട്ടെന്ന് തിരിക്കുക, പെട്ടെന്ന് വളക്കുക, അതൊക്കെ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് ഡ്രൈവർമാരെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നത്. പെട്ടെന്ന് പാർട്ടി പറയും അടുത്തോട്ട്, അന്നേരം അടുത്തോട്ട് തിരിക്കും. അതാ അങ്ങനെ സംഭവിക്കുന്നത് ആണല്ലേ? പാർട്ടി ഒന്ന് ശ്രദ്ധിക്കണം, അതുപോലെ അതെ ഡ്രൈവർ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എത്തുമ്പോൾ അതിന് പറയാം ലെഫ്റ്റ് തിരിയണോ എന്ന് പറയാം, അന്നേരം പെട്ടെന്ന് തിരിച്ചു പോകും. അത് ഡ്രൈവർമാരെ അറിവില്ലായ്മ ഉണ്ടാകും. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ രാജൻ. എത്ര നാളെ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്? ഞാൻ ഒരു 85 മുതൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർ. അപ്പോൾ നല്ലൊരു അനുഭവം ഉണ്ടാവും, അതായത് ഡ്രൈവിംഗിൽ നല്ലൊരു അനുഭവം ഉണ്ടാവും. അതെ. അതായത് ഓട്ടോക്കാര് പെട്ടെന്ന് തിരിക്കുന്ന അപകടം ഉണ്ടാക്കുന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണോ? അത് വളരെ ശരിയാണ്. എന്ന് വെച്ചാൽ ഇപ്പം വരുന്ന ഡ്രൈവർമാരെല്ലാം പറഞ്ഞാൽ ഒരു 2 ആഴ്ച 3 ആഴ്ചൻ്റെ ഒരു പരിചയത്തിൻ്റെ മേലെയാണ് പുതിയ വണ്ടി ഫുൾ ലോൺ കിട്ടുന്നത്. അതുകൊണ്ട് പോയി എടുത്തിട്ട് റോഡിലിറങ്ങുന്നു. അത് എങ്ങനെയാണ് പോകേണ്ടത്, എവിടുന്നാ തിരിക്കേണ്ടത്, എങ്ങനെയാ ഇതാക്കണ്ടേന്നുള്ള ഒരു അറിവും ഇപ്പോഴത്തെ ഡ്രൈവർമാർക്ക് ഇല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ JTS ജംഗ്ഷന്റെ ആക്സിഡന്റ് പെരുകുന്നു. അതായത് കുറുവ ഭാഗത്ത് നിന്ന് വരുന്നവര് അടിച്ച് മിന്നിച്ച് ഹൈവേയിലേക്ക് കയറുകയാണ്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് വിചാരിക്കും ഇതാണ് മെയിൻ റോഡ് എന്ന്. അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മളെ ആളുകൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. നമ്മളിപ്പോ ഒരു പശുവോ മറ്റേ ആടിനെ എല്ലാം കണ്ടു കഴിഞ്ഞാല് സൈഡിലേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ അത് പോകും കൃത്യമായിട്ട്. ഈ മനുഷ്യന്മാരോട് ലേശം ഓണടിച്ചാൽ തന്നെ സൈഡിൽ നിൽക്കൂല. അങ്ങനെ കയറി വരുന്ന വണ്ടി ഫുള്ള് വരുക റൈറ്റ് സൈഡിലാണ്. അങ്ങനെ കയറി വരുന്ന വണ്ടി വരുക ഈ റൈറ്റ് സൈഡിലാണ്. ശരിക്കും അവര് ലെഫ്റ്റ് സൈഡിലെ കൂടി വന്നിട്ട് കയറിയാണെങ്കിൽ അപകടങ്ങൾ വളരെ കുറയും. ഇതിലെ കൂടി അടിച്ച് ഇങ്ങ് കയറും. അപ്പൊ ഇങ്ങനെ വരുന്ന വണ്ടി ശ്രദ്ധിക്കൂല. ഇങ്ങ് ഹൈവേന്ന് വരുന്ന വണ്ടിയല്ലേ, അപ്പോൾ ആരാ നിർത്തി കൊടുക്കണ്ട? അപ്പൊ ഇവരെ വരുത്ത് കണ്ടിട്ട് ഈ വണ്ടികൾ നിർത്തി കൊടുക്കണം. പിന്നെ ബസ്സുകാർ ഈ ലൈനിന്റെ അപ്പുറം നിർത്തേണ്ടത്.
അവരെ ആളെ നിർത്തൂല, ഓറ് കൊണ്ടായിട്ട് ഈട് നിർത്തും, അല്ലെങ്കിൽ ഈ റോഡിന്റെ പകുതി കൊണ്ടാ നിർത്തും, അല്ലെങ്കിൽ അപ്പുറം കടത്തിയിട്ട് നിർത്തും. അപ്പൊ അതിന്റെ എല്ലാം ഒരു ഭാഗമായിട്ട് ആക്സിഡന്റുകൾ കൂടുതൽ. ഇപ്പൊ ഇന്നലെയും കൂടി വണ്ടി അടിച്ചിട്ടുണ്ട് ഇടാ. അതുപോലെ തന്നെ ഒരു ഗർഭിണി പഞ്ച് കാറാണോ കഴിഞ്ഞ ദിവസം അടിച്ചതെന്ന് പറഞ്ഞാൽ? അത് കർണാടകക്കാറ്. അതല്ല, ഇവിടെ ഒരു AI ക്യാമറ വെട്ടിച്ചിട്ടും ആൾക്കാർ അത് ഈ പിന്നെ ഇടത് ഭാഗത്തെ കൂടി വലതു ഭാഗത്തെ കൂടി ഈ ആള് നടന്നുകൊണ്ട വഴിമേലെ കൂടിയാന്ന് ഇവർ വെട്ടിച്ചിട്ട് വരുക. ഇവിടെ ബസ് സ്റ്റോപ്പിൽ ആള് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അതിനെപ്പറ്റി യാതൊരു കൂസലും ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ പോർഡറാന്നും പറഞ്ഞിട്ട് പോകും. അതാണല്ലോ അവിടെ ഒരു ട്രാക്ക് പോലെ വഴി അപ്പുറത്തെ കൂടി വളച്ചിട്ടാ വരിക. ആണല്ലേ? അപ്പൊ അങ്ങനെ ഹൈവേന്ന് വന്ന് അതിലേക്ക് ഇറങ്ങി സൈഡിലേക്ക് ഈ ബസ് സ്റ്റോപ്പിന്റെ ബാക്കിലേക്ക് കൂടി കയറി വേണ്ടി ഇതിലേക്ക് കൂടി ഇങ്ങനെ ഇറങ്ങും. ഇങ്ങനെയല്ലാന്ന് ഇവരെ വരുത്ത്. അപ്പോ ബന്ധപ്പെട്ട അധികാരികളോട് എന്താണ് പറയാനുള്ളത്? ബന്ധപ്പെട്ട അധികാരികളോട് കൃത്യമായി പറയാനുള്ളത് വൈകുന്നേരം രാവിലെയും 2 പോലീസുകാർ എന്തായാലും ഒരു പോലീസുകാരനെ നിർത്തണം എന്നാണ് നമ്മൾ ആദ്യമേ ആവശ്യപ്പെടുന്നത്. സ്കൂൾ അടക്കം ആവശ്യപ്പെടുന്നതാണ്. ഈ JTS സ്കൂൾ അടക്കം ആവശ്യപ്പെടുന്ന ഒരു പോലീസുകാരനോട് നിർത്തണം. പിന്നെ അവര് NCCന്റെ കുട്ടികളെ അവിടെ കുറെ കാലമായിട്ട് നിർത്തി. അത് കോടതി പറഞ്ഞ് NCCന്റെ കുട്ടികളെ ട്രാഫിക് നിയന്ത്രിക്കാൻ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ നിയമം വന്നു. അതുകൊണ്ട് ഇപ്പൊ കുട്ടികൾ നിൽക്കുന്നില്ല, ആരും നിൽക്കുന്നില്ല. ഇവിടുന്ന് സ്കൂൾ കുട്ടികളെ ഇപ്പൊ ഞങ്ങളാണ് ഇടുന്ന തിരക്ക് സമയത്ത് ഞാനാണ് ഇടുന്ന് കടത്തിയിട്ട് അപ്പുറമാക്കുമോ ആണല്ലേ? അപ്പോ ഒരു അതായത് ട്രാഫിക് പോലീസിന്റെ ഒരു ശ്രദ്ധയോടെ വേണം. അതുപോലെ തന്നെ പോലീസിന്റെ ശ്രദ്ധയും വേണം, RTOന്റെ ഒരു ശ്രദ്ധയും വേണം. ക്യാമറേന്റെ കാര്യത്തിൽ അത് കൃത്യമായിട്ട് അത് വേണ്ടുന്നതാണ്. പിന്നെ ഈ പെൺകുട്ടികളെ വേണ്ടാണ്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു പരിഹാരം കൃത്യമായിട്ട്. വൈകുന്നേരം പോലീസ് വണ്ടി വന്നു കഴിഞ്ഞാൽ, പിങ്ക് പോലീസോ മറ്റുള്ള ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കുന്ന കുട്ടികൾ ഉള്ള ഒരു അനാസ്ഥിക പരിപാടികളെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ എന്തെങ്കിലും മയക്കുമരുന്നോ മയക്കുമരുന്നിന്റെ കേസെല്ലാം നമ്മൾ മുമ്പേ ഇത് പറഞ്ഞതാണ്. മയക്കുമരുന്നിന്റെ കഴിഞ്ഞ കൊല്ലത്തെ ഒരു കുട്ടി ഇടുന്ന് മയക്കുമരുന്ന് ഉള്ളുന്നാരെ കൊടുത്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ബസ് സ്റ്റോപ്പിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആണല്ലോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അപ്പൊ എന്തായാലും ഒരു പോലീസുകാരൻ രാവിലെ സ്കൂള് കഴിയുന്ന ഒരു ടൈം വരെ ഇവിടെ ഉണ്ടാവണം. രാവിലെയും വൈകുന്നേരം പ്രാധാന്യം വേണ്ട. വൈകുന്നേരം ഈ കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പോവില്ല ഇടുന്ന് അപ്പുറത്തെ സ്കൂളിലെ കുട്ടികൾ കുറെ പേര് വീടിയിരിക്കും. അങ്ങനെ ഈ 2-3 സ്കൂളിൽ ആൺകുട്ടികൾ ഇവിടെ വന്നിരിക്കും. അതിന് കണക്കായിട്ടുള്ള കുറെ പെൺകുട്ടികളും ഉണ്ട് ഇവിടെ വന്ന് ഇരുന്നിട്ട്. പിന്നെ എന്നാ പറയണ്ടേ, നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥകളാണ്. അതായത് രക്ഷിതാക്കളും ശ്രദ്ധിക്കണ്ടല്ലേ? രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾക്ക് ഇതിനൊന്നും സമയമില്ല. കുട്ടികളെ ഇപ്പൊ ഇവിടെ ബാഗ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈ ഇങ്ങനെ ഉള്ളിലെ കൂടി ഇട്ടിട്ട് എന്തെല്ലാം ഇവർ ചെയ്യുന്നത് നമ്മളെ കാണുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുറെ സ്കൂൾ മാഷുമാരടുക്കെല്ലാം പറയും. മാഷു പറയുന്നത് ഞങ്ങളെടുക്കെ പറഞ്ഞിട്ട് എന്തെന്നാ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾ എന്തെങ്കിലും ആ കുട്ടീൻ്റെ പേരിൽ ഒരു നടപടി എടുത്താൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. അതുപോലെ SFIയോ ABVPയോ KSU ഒക്കെ ഉള്ളൊരു ITI ഒക്കെ അല്ലെങ്കിൽ പോളിടെക്നിക് അടുത്തുണ്ട്. അപ്പൊ ഇവർ മുതൽ ചെറിയ കുട്ടികളെയൊക്കെ അവര് ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ല കാര്യമാണ്. SFIന്റെ കൂട്ടരെ KSUന്റെ കൂട്ടരൊന്നും ചെയ്യില്ല. SFIന്റെ കുട്ടികളെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം എല്ലാം വന്നിട്ട് എന്തെങ്കിലും ഒരു ഉപകാരങ്ങൾ ചെയ്യും അവര്. പക്ഷെ അവരൊന്നും ഇവിടെ ഈ സ്കൂളിലേക്ക് ബന്ധപ്പെടുന്നില്ല. അവര് ITIയിൽ മാത്രമാണ് പോകുന്നത്. ITI കോളേജിൽ മാത്രമേ അവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇവിടുത്തെ കുട്ടികളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അവസ്ഥയും കൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമാണ്. പക്ഷെ വൈകുന്നേരം ഈ കുട്ടികളെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാണ്ട് വേഗം തന്നെ ബസ് കയറ്റി വിടാനുള്ള ഒരു സാഹചര്യം വീടുള്ള ഡിപ്പാർട്ട്മെന്റ് ഒരുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഈ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു AI ക്യാമറ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ യാത്രക്കാർ, അതായത് ബൈക്ക് യാത്രക്കാർ 3 പേരും അതുപോലെ ഹെൽമെറ്റ് ഇടാത്തവരൊക്കെ പോകുന്ന ഒരു ട്രാക്കാണ്. ഇതാണ്ട് അതായത് മെയിൻ റോഡ് പോകാതെ ആ ക്യാമറ എത്തുന്ന മുന്നേ ഈ ഒരു സൈഡിലേക്ക് വന്ന് ഈ ഒരു പോസ്റ്റിൻ്റെ ഈ ഒരു ബോർഡിൻ്റെ സൈഡിലേക്ക് കൂടെ ഈ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന അതിലേക്ക് കൂടെ വന്ന് ഇവിടെ കാണുന്ന ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലേക്ക് കൂടി ഈ ഒരു മെയിൻ റോഡിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള റോങ് ആയിട്ട് പോകുന്നവരൊക്കെ പിടിച്ച് അവർക്ക് വേണ്ട ഫൈനുകൾ കൊടുക്കുക. കാരണം ഇങ്ങനെയുള്ളവരാണ് പൊതു സ്ഥലങ്ങളിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ പരമാവധി ഹെൽമെറ്റ് മറന്നു പോവുകയൊക്കെ ചെയ്യാം. എപ്പോഴെങ്കിലൊക്കെ നിരന്തരം ഹെൽമെറ്റ് വെക്കാതെ പോവുക. അതുപോലെ തന്നെ ഇതുപോലെ 3 പേരെ 4 പേരൊക്കെ കയറ്റിയിട്ട് ഈ ഒരു ഇങ്ങനെയുള്ള, അതായത് കോളേജും സ്കൂളുകളൊക്കെ ഇവിടെ ഇല്ല ഒരു സ്ഥലമാണ്. അപ്പോൾ നിരന്തരം ആക്സിഡൻറ്റുകളും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഒരു പോലീസുകാരനെ ഇവിടെ നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തുക. അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നത് വെച്ചാൽ ഇവിടെ വരുന്ന ഇതിലെ കുറുവാ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ വാഹനം സ്ലോ ചെയ്യാതെ
സ്പീഡിൽ കയറി വരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇതാണ് ആ ഒരു ജംഗ്ഷൻ. നമുക്ക് ആ ബൈക്ക് നിർത്തിയതിന് മുന്നിലായിട്ടാണ് നിരവധി ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന. ഇവിടെ സീബ്ര ക്രോസ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന കാണാം നമുക്ക്. ടൂ വീലർ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ITIയിലെയും അതുപോലെ തന്നെ പോളിടെക്നിക്കിലും കുട്ടികളാണ് ഇങ്ങനെ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട ഒരു അധികാരി പോലീസിനെ ഇവിടെ നിർത്തണം എന്ന് തന്നെയാണ് കണ്ണൂർ മൗണ്ടനും ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്.